ഹലോ എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ വിത്ത് ബെൽസിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ വേക്ക്ഫിറ്റിൻ്റെ ഓർത്തോപെഡിക് മെമ്മറി ഫോർ മാട്രസ് ആണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല. കാര്യം നമ്മൾ 6 മന്ത് മുമ്പ് ഇതുപോലെ ഒരു കിങ് സൈസ് ബെഡ് നമ്മൾ 4 അംഗമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബെഡ് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഓൺലൈൻ വഴിയാണ് പർച്ചേസ് ചെയ്തത്. അത് വേക്ക്ഫിറ്റിൻ്റെ സൈറ്റിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അന്നത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അൺബോക്സിങ് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യവശാൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് യൂസ് ചെയ്ത് ഇപ്പം ഒരു 6 മാസത്തോളമായി നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങി. നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് അത് യൂസ് ചെയ്തുകൊണ്ടുണ്ടായത്. അതുകൊണ്ട് സെയിം അനിയൻ മലേഷ്യയിലായിരുന്നു. പുള്ളി വന്നപ്പോഴത്തേക്കും സെയിം അതിൻ്റെ ഒരു ക്യൂൻ സൈസ് ബെഡ് ഇപ്പം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അത് നമുക്കിന്ന് അൺബോക്സ് ചെയ്യാമെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിന്ന് വേക്ക്ഫിറ്റിൻ്റെ തന്നെ വാട്ടർ പ്രൂഫ് ഒരു ബെഡ് കവറും ഉണ്ട്, പിന്നെ അതിൻ്റെ പില്ലോയും. ഇത് 3 സാധനമാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3മാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന വേക്ക്ഫിറ്റിൻ്റെ 6.5x5 സൈസ് മാട്രസ് ഇതാണ്. ഇത് ക്യൂൻ സൈസാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതാണ് എൻ്റെ അനിയൻ ഉണ്ണിയാണ് നമ്മളെ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ റോളായിട്ട് ആയിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇനി നമ്മൾ അതിനോടൊപ്പം തന്നെ നമുക്കൊരു നൈഫ് ഉണ്ടായിരിക്കും, ഒരു പ്ലാസ്റ്റിക് നൈഫ്. അത് വെച്ച് വേണം നമ്മളതിൻ്റെ കവറ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നൈഫ് ഒരിക്കലും ആ ബെഡിലോട്ട് ടച്ച് ആവല്ലേ. കാര്യം അതിൻ്റെ നൂല് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പം മെല്ലെ നമ്മൾ അതിൻ്റെ പ്ലാസ്റ്റിക് കവറ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബെഡിൻ്റെ കവറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്റ്റീവാണ്. വൈറ്റും ഒരു ആഷ് കളറുമാണ് വന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡിൽ ഒരു സിബ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ സിബ് തുറന്ന് ആ ഒരു പുറമേ ഉള്ള കവർ നമുക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമ്മൾ ഇതിനോടൊപ്പം ഒരു ബെഡ് കവർ ഓർഡർ ചെയ്തായിരുന്നു. അത് വാട്ടർ പ്രൂഫാണ്. എന്തെങ്കിലും കുറച്ച് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് ഐറ്റംസ് എന്തെങ്കിലും വീഴുവാണെങ്കിൽ പോലും അത് ആ ബെഡിലേക്ക് പോകത്തില്ല. അത് ബെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് നമുക്ക് കുഞ്ഞുങ്ങളുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് യൂസ്ഫുള്ളാവും. നമ്മൾ ആഷ് കളറിലെ ബെഡ് കവറാണ് ഓർഡർ ചെയ്തത്. ഇതിനകത്ത് വേറെ കളേഴ്സും അവൈലബിൾ ആണ്. ഇതിനകത്ത് എലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്കിത് കവർ ചെയ്തിടാൻ വേണ്ടിയിട്ട് ഈസിയാണ്. നെക്സ്റ്റ് നമുക്കിനി ഇതിൻ്റെ പില്ലോ ഓപ്പൺ ചെയ്യാം. നമ്മൾ 2 പില്ലോ ആയിരുന്നു ഓർഡർ ചെയ്തത്. ആ പില്ലോയ്ക്കൊപ്പം അവർ എക്സ്ട്രാ ഫോം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ആ പില്ലോയുടെ സൈഡിൽ ഒരു സിബ് കൊടുത്തിട്ടുണ്ട് അവർ. ആ ഫോം ഉപയോഗിച്ച് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഫോം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പില്ലോ ഭയങ്കര സോഫ്റ്റാണ്.
നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം ഞാനിത് യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്കിതിനകത്ത് കടന്നു കഴിയുമ്പോഴത്തേക്കും ചില ബെഡിലൊക്കെ കടന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബോഡി പെയിൻ ആയിരിക്കും, അതുപോലെ കിടക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. ഇത് അടിപൊളിയാണ് നമുക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.